Hello everyone, welcome to Let's Crack AFCAT. ടുഡേ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഞാൻ എങ്ങനെയാണ് അഫ്കാറ്റ്, CDS, SSC പോലുള്ള എക്സാമുകൾ സിമ്പിൾ ആയിട്ട് ജയിച്ചതെന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ അഫ്കാറ്റിന്റെ ഒരു സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്ട്രാറ്റജി. സോ നമുക്കറിയാം അഫ്കാറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് 100 മാർക്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 300 മാർക്കിലാണ് വരുന്നത്. അതായത് 100 ക്വസ്റ്റ്യൻ 300 മാർക്ക്, 2 മണിക്കൂർ, 120 മിനിറ്റ്സ്. ഈ 120 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എങ്ങനെ ക്രാക്ക് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ. Once again, welcome to Let's Crack AFCAT and CDS examinations. Okay, so ആദ്യം തന്നെ നമുക്ക് ഓരോ ടോപ്പിക്കുകൾ നോക്കാം. ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, റീസണിങ് ഉണ്ട്, 4 ടോപ്പിക്കുകളുണ്ട്. ഈ 4 ടോപ്പിക്കുകളാണ് 100 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തരാൻ പോകുന്നത്. അതായത് ഓരോന്ന് നമുക്ക് തുടങ്ങാം. ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷിന് അഫ്കാറ്റിൽ ഏകദേശം 25 തൊട്ട് 30 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. ഓക്കെ, GK ആകട്ടെ 18 തൊട്ട് 22 വരെ. ന്യൂമറിക്സ് അതായത് മാത്സ് ആകട്ടെ 15 തൊട്ട് ഒരു 17 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ റീസണിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 30 തൊട്ട് 35 ക്വസ്റ്റ്യൻസ് വരെ. ഇതാണ് ഒരു നോർമൽ പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ ആണ് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്ത് നമുക്ക് കൊടുക്കണ്ടേ റീസണിങ്. ഏറ്റവും സിമ്പിൾ റീസണിങ് തന്നെ, ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന റീസണിങ് തന്നെ. സോ റീസണിങ്ങിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്തത് ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ് GK, അത് കഴിഞ്ഞ് ന്യൂമറിക്സ്. സോ ഇതായിരിക്കണം നമ്മുടെ ഒരു വേ ഓഫ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ 2 മണിക്കൂറുണ്ട്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ റീസണിങ് എങ്ങനെയാണ് ഞാൻ പഠിച്ചതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ റീസണിങ്ങിൽ നമുക്ക് ടോപ്പിക് അറിയാം, ഏകദേശം ഒരു 10-16 ടോപ്പിക്കുകളുണ്ട്. സോ ഈ 16 ടോപ്പിക്കുകളിൽ ഏതൊക്കെ നമ്മൾ ആദ്യം അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേയധികം ക്വസ്റ്റ്യനുകളുണ്ട്. റിപ്പീറ്റഡ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അതേ പാറ്റേൺ, അതേ ഒരു ശൈലി പിന്തുടരുന്ന കുറേ ക്വസ്റ്റ്യനുകളുണ്ട്. അതിലൊന്നാണ് അനലോഗി, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, വേർഡ് അറേഞ്ച്മെന്റ്, വെൻ ഡയഗ്രാം, ഡിസ്റ്റൻസ്, ബ്ലഡ് റിലേഷൻഷിപ്പ്, സീരിയസ് ആൻഡ് നോൺ വെർബൽ റീസൺ. പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ് ആകാം. കൂടാണ്ട് ഫിഗർ അനാലിസിസ്, അതായത് ഇപ്പം വാട്ടർ ഇമേജോ അല്ലെങ്കിൽ മിറർ ഇമേജോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിപ്പം നോക്കി കഴിഞ്ഞാൽ ഇപ്പം 3, 2, 4, 5, 6, 7, 8, 9, 10, 11 ഈ 11 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. ഈ 11 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള നല്ല അതായത് പ്രീവിയസ് ഇയർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് ജയിക്കാൻ സാധിക്കും. അതായത് 11 ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 18 ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. മോർ ദാൻ ദാറ്റ്. ചിലതൊക്കെ 2, 3, അതായത് വെൻ ഡയഗ്രാം ഒക്കെ ചിലതൊക്കെ ചില വർഷമൊക്കെ 3 ഒക്കെ ചോദിച്ചിട്ടുള്ള വർഷങ്ങളുണ്ട് വെൻ ഡയഗ്രാംസ് ഒക്കെ. സോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20 എബോവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും, ഡെഫിനറ്റ് ആയിട്ട് കിട്ടും, ഈ 11 ടോപ്പിക്കുകളിൽ നിന്ന് മാത്രം. സോ റീസണിങ്ങിൽ നിങ്ങൾ കൂടുതലും സ്ട്രെസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡീകോഡിങ്, അതുപോലെ തന്നെ അനലോഗി, പസിൽ അറേഞ്ച്മെന്റ്സ്, വേർഡ് അറേഞ്ച്മെന്റ്, ഡയറക്ഷൻസ്, വെൻ ഡയഗ്രാം, ബ്ലഡ് റിലേഷൻഷിപ്പിന്റെ ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ തന്നെ ഫിഗർ അനാലിസിസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾസ് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് 20 എബോവ് ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും. സോ അതിൽ മാക്സിമം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക, മാക്സിമം ചെയ്ത് നോക്കുക. അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് എല്ലാവരും പറഞ്ഞു ഗ്രാമർ വേണം. സോ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ഗ്രാമറിന്റെ ഒരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ, ഞാൻ എത്ര പറഞ്ഞത് 25 തൊട്ട് 30 ക്വസ്റ്റ്യൻ വരെ എന്ന് ചോദിക്കുന്നതല്ലേ, അതിൽ നിങ്ങൾക്ക് 2 ടോപ്പിക്ക് അല്ലെങ്കിൽ 3 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ, മോർ ദാൻ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. 10 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. ഒന്ന് റീഡിങ്, അതായത് പാസേജ്. അതുകൂടാതെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ക്ലോസ് ടെസ്റ്റും. ഈ ഇതെന്ന് പറയുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത്. റീഡിംഗ് ദ കോൺവെർസേഷൻ എന്ന് പറയുന്ന ഒരു പാസേജ് വരും. ആ പാസേജിൽ നിങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് കാണും. 5 ക്വസ്റ്റ്യൻസ്
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ക്ലോസ് ടെസ്റ്റും അതുപോലെ തന്നെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു 25-ല് ഒരു മോർ ദാൻ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഈ 3 ടോപ്പിക്സ് പഠിക്കുമ്പോഴത്തേക്കിന്. സോ അത് നിങ്ങൾ കൂടുതലും സ്ട്രെസ് ചെയ്യുക. സ്ട്രെസ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും വരും ചെയ്യാം. 120 ഡേയ്സിലൊക്കെ നമ്മൾ ഏകദേശം നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ അഫ്കാറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 120 ഡേയ്സിൽ നിങ്ങൾ ഡെയിലി ചെയ്യണം, മുടങ്ങാതെ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സ്കോർ ചെയ്യാൻ പറ്റും. അതുകൂടാതെയുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന സിനോണിമസും ആന്റോണിമസും ഇഡിയംസ് ആൻഡ് ഫ്രേസസും വൺ വേർഡ് സിറ്റുവേഷൻസും സെന്റൻസ് അറേഞ്ച്മെന്റും ഉണ്ട്, വേർഡ് അറേഞ്ച്മെന്റും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ആക്റ്റീവ് ആൻഡ് പാസീവും അത് കൂടാതെ ചോദിക്കുന്നതാണ് റിപ്പോർട്ടിംഗ് വെർബ്സ് കാര്യങ്ങളായിട്ടുള്ള ചോദിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ഗ്രാമറ്റിക്കൽ ആയിട്ട് നിങ്ങൾക്ക് പാടുള്ള സാധനമാണ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് എറർ സ്പോട്ടിങ്സ്. സോ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ടോപ്പിക്കുകൾ പറഞ്ഞപ്പോഴത്തേക്കിന് മനസ്സിലായി എവിടെയൊക്കെയാണ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന്. ഓക്കെ, ഗ്രാമേഴ്സ് അത്യാവശ്യം പഠിച്ചു വരിക. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആൾക്ക് ഈ പറയുന്ന എററൊക്കെ ചെയ്യാൻ പറ്റും. സിനോണിമസ് ആന്റോണിമസ് നിങ്ങൾ ഓരോ വേർഡുകൾ അല്ലെങ്കിൽ ഒരു 10 വേർഡ് വീതം ഡെയിലി പഠിക്കുക. സിനോണിമസും ആന്റോണിമസും ഇഡിയംസ് ആൻഡ് ഫ്രേസസും. ഈ 3 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആൻഡ് സിനോണിമസും ആന്റോണിമസും ഒരു 10 എണ്ണം വീതം പഠിക്കുക. ഡെയിലി പഠിച്ചാൽ മതി. അതിന്റെ റിവിഷൻ ഇറ്റ്. അതായത് ഒരാഴ്ച നിങ്ങൾ പഠിക്കുക, അടുത്ത ആഴ്ച നിങ്ങൾ റിവിഷൻ ചെയ്യുക, അങ്ങനെ പഠിക്കുക. അപ്പൊ ആ ടോപ്പിക്കുകൾ 3 നിങ്ങൾ കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചും കാര്യങ്ങളെല്ലാം, സെന്റൻസ് അറേഞ്ച്മെന്റ് ആൻഡ് വേർഡ് അറേഞ്ച്മെന്റ്, ലാസ്റ്റ് എഡിറ്റിംഗ്, എറർ സ്പോട്ടിംഗ് ആൻഡ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ്. സോ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ ഒരു പ്രോ ആകാൻ സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഓക്കെ, അടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പാടുള്ളത് മാത്സ്. എനിക്കും പാടുള്ളതായിരുന്നു മാത്സ്. പാടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയമാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ചെയ്യാൻ എളുപ്പമാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3, 4, 5, 6 മിനിറ്റ് ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്യാനുള്ള എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. 21 ടോപ്പിക്സുകളുണ്ട്, എങ്ങനെ തീർക്കും? അതിന് വഴിയുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് നേരത്തെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യാം. ഡെഫിനിറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് മെൻസുറേഷൻ, 2D and 3D ഉറപ്പ്. 2 or 3 ക്വസ്റ്റ്യൻ എന്തായാലും കാണും. ഓക്കെ, അടുത്തതുള്ളതാണ് ഈ പറയുന്ന പ്രോഫിറ്റ് ലോസും സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അവരുടെ ഒരു കോമ്പോ ഉറപ്പായിട്ടും കാണും. 2 or 3 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കാണും. അടുത്തത് സ്പീഡിന്റെ ടോപ്പിക്സ്. സ്പീഡ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്പീഡ് നോർമൽ ഡിസ്റ്റൻസ് ആയിട്ട് മാത്രമല്ല, ട്രെയിനിന്റെയും ബോട്ടിന്റെയും കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾ പഠിക്കുക. ഇതിൽ നിന്നും ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 2 to 3 questions, definitely 2 to 3 questions. അപ്പൊ തന്നെ ഈ 3 ടോപ്പിക്സിൽ നിന്ന് 6 or 7 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയാണ്, 15 or 17 ക്വസ്റ്റ്യനുകൾ. 17 ക്വസ്റ്റ്യൻ എടുക്കട്ടെ. 17 ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ 3 ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 6 ക്വസ്റ്റ്യൻ എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് വർക്ക്, ആവറേജ്, പെർസെൻറ്റേജ്, LCM ആൻഡ് നമ്പർ സിസ്റ്റം. അതുപോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻസും ഹൈറ്റും. ഈ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഓൾജിബ്രിക് ഐഡന്റിറ്റീസ്. ഓൾജിബ്രിക് ഐഡന്റിറ്റീസും ട്രിഗ്നോമെട്രി. ഇത് നിങ്ങൾ നല്ലപോലെ നോക്കുക. സോ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും. ഉറപ്പായിട്ടും നിങ്ങൾ ജയിച്ചിരിക്കും. മാത്സിൽ ഈ പറയുന്ന 15 ടോപ്പിക്സുകൾ നിങ്ങൾ ഒട്ടുപോലെ ജയിച്ചിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതൊക്കെയാണ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പഠിച്ചു. എന്റെ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന സ്ട്രാറ്റജി. സിമ്പിൾ ആണ്. ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, നിങ്ങൾ എബോവ് ആവറേജ് ആണ്, പക്ഷെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നെക്കാളും നല്ല രീതിയിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമായിരിക്കും. എനിക്കൊരു 64 ഒക്കെ കിട്ടിയിട്ടുള്ളൂ. 164 ഒക്കെ. നിങ്ങൾക്ക് 70, 170, 180 കയറി പോകാൻ പറ്റും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് GK. എല്ലാവർക്കും തലവേദന പിടിച്ച സംഭവം. GKയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് കറണ്ട് അഫെയർ റിലേറ്റഡ് ആണ്. ഈ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഏതൊക്കെ മേഖലയിൽ ഇമ്പോർട്ടന്റ് കൊടുക്കണം? സ്പോർട്സ് കൊടുക്കണം, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ കൊടുക്കണം, നാഷണൽ ആൻഡ്
ഇന്റർനാഷണൽ ആയിട്ടുള്ള അവാർഡുകൾക്ക് കൊടുക്കണം, നാഷണൽ പാർക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മനസ്സിലായോ? സോ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മേഖല, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീമുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ കറണ്ട് അഫയേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടായി അടുത്ത റീജിയൻ എവിടെയാണ്? നേപ്പാൾ. സോ ഏത് റീജിയൻ ആണ്? ടിബറ്റൻ പ്ലാറ്റു. ടിബറ്റൻ പ്ലാറ്റുവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. സോ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക, അപ്പൊ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. പിന്നെ വരുന്നതാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി കൂടുതലും മോഡേൺ ഹിസ്റ്ററിന്നും ഏർലി ഹിസ്റ്ററി എന്നൊക്കെയാണ് ചോദ്യം കണ്ടുവരുന്നത്. മിഡീവൽ അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഡെഫിനറ്റ് ആയിട്ട് വരുന്നതാണ് ഡിഫൻസീവ്. നമ്മുടെ ഡിഫൻസ് എക്സാം എഴുതുന്നതല്ലേ, അപ്പം ഡിഫൻസീവ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും, ഉറപ്പായിട്ടും കാണും. പിന്നെ ജോഗ്രഫിയും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായി. ഓക്കെ. സോ ഇത്രയും ടോപ്പിക്കാണ് ജി കെക്ക് ഉള്ളത്. ഇത്രയും ടോപ്പിക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 to 25 ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും, ഉറപ്പും കിട്ടിയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അതായത് അഫ്കാറ്റിന് ഞാൻ എങ്ങനെയാണ് പാസ്സായത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് ഉപകാരപ്പെടും. സോ ഈ വീഡിയോയിൽ എന്തെങ്കിലും തിരുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ റിലേറ്റഡ് കറണ്ട് അഫയേഴ്സും വീക്ക്ലി നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷും ജി കെയും ന്യൂമറിക്സും റീസണിങ്ങിന്റെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസും നമ്മൾ ഇടുന്നുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കാണുക, മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ടു നോക്ക്, എന്നിട്ട് നിങ്ങളൊന്ന് പറ. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.